അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏതൊരു വ്യക്തികളുടെയും ഒരു സ്വപ്നമായിരിക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നതും ആ യൂട്യൂബ് ചാനലിലൂടെ വരുമാനം കണ്ടെത്തുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഈ സ്വപ്നം സാക്ഷാത്കരിച്ചത് എന്നും നിങ്ങൾക്ക് ഇത് സാക്ഷാത്കരിക്കാൻ എങ്ങനെ സാധിക്കും എന്ന് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയുമായി എത്തിയിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു വർഷത്തോളം ഞാൻ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് എനിക്കിന്ന് ചാനൽ മോണിറ്റൈസ് ആക്കാൻ കഴിഞ്ഞത്. ഇതിനുവേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ ശരിക്കും നമുക്ക് പറയാം. എന്നെക്കൊണ്ട് സാധിക്കുന്നുവെങ്കിൽ നിങ്ങളെക്കൊണ്ടും ഉറപ്പായിട്ട് സാധിക്കുമെന്ന് എനിക്ക് 100% പറയാൻ കഴിയും. ഏതൊരു വ്യക്തിക്കും അനായാസം തന്നെ കുറച്ച് കഷ്ടപ്പെട്ടാൽ ഒരു യൂട്യൂബ് ചാനൽ സ്വന്തമാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയാം. ഒന്ന്, ടൈം മാനേജ്മെൻറ്റ്. നമ്മളിപ്പോൾ ഇന്നൊരു വീഡിയോ ഒരു 10 മണിക്ക് ഇടുകയാണെങ്കിൽ എന്തായാലും നമ്മൾ നാളെയും പിന്നെ അങ്ങോട്ട് ഉള്ള എല്ലാ കാലത്തോടും അങ്ങനെ തന്നെ ആ ഒരു 10 മണിക്ക് തന്നെ ആ വീഡിയോ ഇടാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് കൃത്യനിഷ്ഠത. അതായത് ഇന്നൊരു വീഡിയോ ഇട്ടിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വീഡിയോ ഇടാം എന്നൊരിക്കലും വിചാരിക്കരുത്. ഇന്നൊരു വീഡിയോ ഇട്ടാൽ നാളെയും ആ വീഡിയോ ഇടണം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്നും വീഡിയോ ഇടാൻ നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഇതിനകത്ത് മോണിറ്റൈസേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചവറും വേണം എന്നതാണ് അവരുടെ ക്രൈറ്റീരിയയിൽ പറയുന്നത്. അതിൽ 1000 സബ് നേടുക എന്നുള്ളത് വലിയൊരു കടമ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റിലൊന്നും നമുക്ക് ആവശ്യത്തിന് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാറില്ല. അതുപോലെ ആ 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് 4000 വാച്ചവർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സിലേക്ക് നമ്മൾ ചെല്ലുന്നത്. ഈ 4000 വാച്ചവർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് നമുക്ക് വളരെയധികം വിഷമഘട്ടമായ ഒരു കാര്യം തന്നെയാണ്. എങ്കിലും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ അതൊക്കെ സാധിക്കും. സബ്സ്ക്രൈബേഴ്സിനെ നേടാനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്ന് വെച്ചാൽ ഷോർട്സ് നമ്മൾ ഇടുക എന്നുള്ളതാണ്. ഷോർട്സ് കൂടുതലും ജനങ്ങളിലേക്ക് എത്തും. അതിലൂടെ നമ്മുടെ ചാനലിലേക്കും നമ്മുടെ വീഡിയോയിലേക്കും നമുക്ക് ജനങ്ങളുടെ ആ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഏറ്റവും ആകർഷകമായ രീതിയിലുള്ള ഷോർട്സുകൾ തയ്യാറാക്കുക. എന്നിട്ട് ആ ഷോർട്സ് നമ്മൾ കൃത്യമായ സമയത്ത് കൃത്യമായി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്സിലൂടെ കൂടുതലും സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് നേടാൻ സാധിക്കും. അതുപോലെ കൂടുതലും ആൾക്കാർ ഷോർട്സ് ആണ് കാണുന്നത്. അത് ഷോർട്സ് കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നതോടുകൂടിയും അതുപോലെ ഷോർട്സ് കൂടുതൽ ജനങ്ങൾ കാണുന്നതോടുകൂടി നമ്മുടെ ചാനലിനൊരു പോപ്പുലാരിറ്റി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. പബ്ലിക്കിലേക്ക് കൂടുതൽ എത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. അങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും വീഡിയോയുടെ 4000 വാച്ചവർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഷോർട്സിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രൈബർ കയറുമ്പോൾ തന്നെ കൂടെ നമുക്ക് 4000 വാച്ചവർ കംപ്ലീറ്റ് ആകുന്ന പോലെ വീഡിയോസിനും വ്യൂസ് കിട്ടും. ഓരോ വീഡിയോസിൻ്റെ വ്യൂസ് കൂടുന്നതിനനുസരിച്ച് വാച്ചവറും കൂടും. അങ്ങനെ നമുക്ക് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പല യൂട്യൂബ് ചാനലിലും ഒരേ കണ്ടന്റ് അല്ല, എല്ലാവരും പലതരത്തിലുള്ള വീഡിയോസാണ് ചെയ്യാറ്. ചിലവർ റിവ്യൂസ് ആയിരിക്കും, ചിലവർ വ്ളോഗ്സ്, അങ്ങനെ ഓരോരോ കണ്ടന്റുകളാണ് ഓരോരുത്തർ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്തത് റിവ്യൂസ് വീഡിയോസാണ്. എൻ്റെ ചാനലിൽ നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ റിവ്യൂസ് ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റിലെ ഞാൻ ഫേസ് ഇട്ട് നമ്മുടെ ഓൺ കണ്ടന്റ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സമയത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം എന്നാൽ വീഡിയോ എനിക്ക് ഇടുകയും ചെയ്യണം, ചാനൽ വിട്ട് കളയാനും സാധിക്കാത്തത് കൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യണം എന്ന എൻ്റെ ഒറ്റ ആഗ്രഹം കൊണ്ട് ഞാൻ ഫേസ്ലെസ് ആയിട്ടുള്ള വീഡിയോസ് ഇടാൻ തുടങ്ങി. അങ്ങനെ കുറേ നാൾ ഞാൻ ഫേസ്ലെസ് വീഡിയോ ഇടുന്നു. അതിന് നമ്മളുടെ സൗണ്ട് നമ്മൾ കൊടുക്കുന്നു, പക്ഷേ വീഡിയോ നമ്മൾ ഫോട്ടോസ് ഇമേജസ് ഒക്കെ വെച്ചിട്ടായിരുന്നു കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ചെയ്തത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ, അതായത് റിവ്യൂസ് ചെയ്യുന്നെങ്കിൽ റിവ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ, അല്ലെങ്കിൽ ബ്ലോഗ്സ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് എന്തോ അത് നമുക്ക് ചെയ്യാം. ഏറ്റവും നല്ല രീതിയിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്താൽ നമുക്ക് നമ്മുടെ സ്വപ്നം എത്രയാണെന്ന് പറഞ്ഞാൽ നേടിയെടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. നമ്മളെപ്പോലെയുള്ള സാധാരണ ജോലിക്കൊന്നും പോകാൻ സാധിക്കാത്ത വീട്ടമ്മമാർക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അവരാൾ കഴിയുന്ന ഒരു ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ യൂട്യൂബ് ചാനലുകൾ തുടങ്ങി വെച്ചതിന് ശേഷം 500 സബും ഒക്കെ ആയതിനു ശേഷം പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല, അല്ലെങ്കിൽ വിചാരിച്ച പോലെ വ്യൂസ് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ വിചാരിച്ച ആ ഒരു നമ്മുടെ ആ ലക്ഷ്യം വേണ്ടാന്ന് വെച്ചിട്ട് മടുത്തു പോയി ഇരിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ടൈമും പിന്നെ കൃത്യമായിട്ട് വീഡിയോസും ചെയ്യുക. അതായത് ടൈമിൽ ഇന്ന് ഈ ഒരു സമയത്ത് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നാളെയും ഇതേ സമയത്ത് വീഡിയോ ചെയ്യാൻ നിങ്ങൾ കൃത്യമായി നോക്കുക. അതുപോലെ കൃത്യമായി എന്നും കൃത്യമായിട്ട് വീഡിയോ ചെയ്യുക. നമ്മുടെ ദിനചര്യയിലെ ഒരു പ്രോസസ്സായി തന്നെ നമ്മൾ ഒരു ജോലി പോലെ തന്നെ
നമ്മൾ ഇന്ന് വീഡിയോ ഇട്ട നാളെയും വീഡിയോ ഇടണം. അതേ രീതിയിൽ തന്നെ നമ്മളിതിനെ കണ്ടുകൊണ്ട് പോവുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ചാനലിന് നല്ല റീച്ച് ഉണ്ടാവും. നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആവുകയും ചെയ്യും. നമ്മുടെയൊന്നും ഒരു സ്വപ്നങ്ങളും വിദൂരത്തല്ല. നമ്മളൊന്ന് ശ്രമിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നാൽ എന്തായാലും നമുക്ക് ആ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് കുറച്ച് പ്രയത്നിക്കുക. എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.